ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കാര്യങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ കൈവിട്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം മോസ്കോയിൽ ഒരു വലിയ അറ്റാക്ക് നടന്നു. യുക്രൈനാണ് അറ്റാക്ക് നടത്തിയത്. അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മോസ്കോയുടെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന കപ്പോഡ്നിയ എണ്ണ ശുദ്ധീകരണ ശാലയിലാണ് ഇവർ അറ്റാക്ക് നടത്തിയത്. ഞാൻ അത് കണ്ടതാണ്. ആ അറ്റാക്കിന്റെ വിഷ്വൽസ് ഞാൻ കണ്ടതാണ്. ആ വിഷ്വൽസിൽ കാണുന്നത് ഈ എണ്ണ ശുദ്ധീകരണ ശാലയിൽ നിരന്തരമായിട്ട് മിസൈലുകളും ഡ്രോണുകളും വന്ന് വീഴുന്നു. ഇത് പൊട്ടിത്തെറിക്കുകയാണ്. തെറിച്ചത് കിലോമീറ്ററുകളോളം അങ്ങ് തെറിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ്. നമുക്കത് യൂട്യൂബിൽ കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വയലേഷൻ ഉള്ളതുകൊണ്ട്. അതിനുശേഷം ഈ മോസ്കോയിൽ ഒരു മഴ പെയ്തു. ഈ മഴ എന്ന് പറഞ്ഞാൽ ആസിഡ് മഴയാണ്, കറുത്ത മഴയാണ് പെയ്തത്. ഈ കറുത്ത മഴ പെയ്ത് അവിടെയുള്ള ജനങ്ങളുടെ വണ്ടികളുടെ മുകളിൽ വീഴുമ്പോൾ ഈ വണ്ടികളൊക്കെ കറുത്തു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പോഡ്നിയ ഓയിൽ റിഫൈനറിയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മോസ്കോയുടെ മൊത്തം പെട്രോൾ ഉപഭോഗത്തിന്റെ 40% ഡീസൽ വിതരണത്തിന്റെ പകുതിയും ഈ ശുദ്ധീകരണശാലയാണ് നൽകുന്നത് എന്നുള്ളതാണ്. യുക്രൈന്റെ പുതിയ ഹൈബ്രിഡ് ബാഴ്സ് ഡ്രോൺ ക്രൂയിസ് മിസൈലുകൾ റിഫൈനറികളുടെ എണ്ണ സംഭരണശാലകളെ ലക്ഷ്യം വെച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചതാണ്. ഇതിന്റെ ഒരു സ്ഫോടനത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ടാങ്കിന്റെ മേൽക്കൂര ഡസൺ കണക്കിന് മീറ്റർ ഇളകി തെറിച്ചു പോയി. വായുവിൽ അത് പറന്നുപോയി. ആകാശത്ത് നിരവധി കിലോമീറ്റർ ഉയരത്തിൽ കറുത്ത പുക, വൻ തീപിടുത്തം. മോസ്കോയിലെ നിരവധി വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടി, 100 കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി. അപ്പൊ ഇത് റഷ്യയെ സംബന്ധിച്ച് ഇത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് കൂടുതൽ ഭീതിതമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ സ്റ്റേറ്റ് ഡൂമ ഡിഫൻസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ അലക്സി ഷുറാവ്ലിയോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് റഷ്യയെ സംബന്ധിച്ച്. ഈ പുള്ളിക്കാരൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു മാർഗമേ ഉള്ളൂ. ഇനി ഒരു സിമ്പതിയും ഇവരോട് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതായത് ഈ കീവിനെ നശിപ്പിക്കുക, കീവ് ഭരണകൂടത്തെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക. ഇനി അവര് റഷ്യൻസ് ആണെന്നോ അവര് നമ്മുടെ വംശാവലിയാണെന്നോ എന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ആക്രമണങ്ങളെല്ലാം നിർത്താൻ കീവിന്റെ കീഴടങ്ങൽ മതിയാകും. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇനി ഒന്നും നോക്കണ്ട. എല്ലാ ലോജിസ്റ്റിക്സ്, പാലങ്ങൾ, തുരങ്കങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സിവിലിയൻസിന്റെ വീടുകൾ എല്ലാം നമ്മൾ ആക്രമിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനു പുറമെ സ്റ്റാർഗ്രാഡ് മീഡിയയുടെ സ്ഥാപകനായിട്ടുള്ള കോൺസ്റ്റാന്റിൻ മാലോഫീവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവിടുത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനാണ്. റഷ്യ ഇതുവരെ യാഥാർത്ഥ്യമായി എന്തുകൊണ്ടാണ് പോരാടാത്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യമാണ് റഷ്യ ഇതുവരെ റഷ്യയുടെ വിശ്വരൂപം കാണിച്ചിട്ടില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല, എന്തിനിങ്ങനെ സിമ്പത്തൈസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ഇയാളെ ടെലഗ്രാമിലാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ആണവായുധങ്ങളുടെ ഉപയോഗം കൃത്യമായി നിങ്ങൾ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി നമ്മൾ യഥാർത്ഥത്തിനായി പോരാടാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ അവർ അടിക്കുകയാണ്. നമ്മുടെ പൂർവികർ സൃഷ്ടിച്ചു വെച്ച ഈ ആണവായുധങ്ങൾ നമ്മൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്, കാണാനാണോ വെച്ചിരിക്കുന്നത്? കൃത്യമായി ഇതുപോലുള്ള നിമിഷങ്ങൾക്കായി ഉപയോഗിക്കാനാണ് ആണവായുധങ്ങൾ ഉള്ളത്. ഇനി ഒരു സിമ്പത്തൈസ്മെന്റ് ആണവായുധങ്ങൾ പുറത്തെടുത്ത് ആക്രമണം നടത്തണമെന്ന് പറയുന്നു. റഷ്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച ലഫ്റ്റനന്റ് ജനറലും സ്റ്റേറ്റ് ഡൂമ ഡെപ്യൂട്ടി ആൻഡ്രി ഗുരുലിയോവ് എന്ന് പറയുന്ന ഒരു വ്യക്തി റഷ്യയോട് പറഞ്ഞിരിക്കുന്നത്, ശത്രുവിനെ നിഷ്കരുണം, മടി കൂടാതെ അല്ലെങ്കിൽ അമിതമായി ചിന്തിക്കാതെ ആക്രമിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും റഷ്യയിൽ ഉണ്ടാവും എന്ന് പറയുന്നു. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യുക്രൈൻ അല്ല, നാറ്റോ ആണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് നാറ്റോയെയാണ് നമ്മൾ നേരിടേണ്ടത്. ആണവായുധങ്ങൾ പുറത്തെടുക്കുമെന്ന് റഷ്യയും റഷ്യയുടെ ജനതയും അവിടെ നിന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും അവിടെയുള്ള മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. എന്ത് തോന്നുന്നു? അല്ല, ആ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, റഷ്യ ചോദിക്കാറുണ്ട്, ഇത് എന്താണ് റഷ്യ ഒന്നും അനങ്ങാതിരിക്കുന്നത്? കാരണം ഇതിനകത്ത് കുറെ വൈകാരിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ POK കൊണ്ട് നമ്മൾ ബോംബിടുന്നത് പോലെയുള്ളൂ. വാരി വലിച്ചത് ബോംബിടാൻ പറ്റും, അത് അവരുടെ പ്രത്യേക കേന്ദ്രങ്ങൾ കണ്ടെത്തിക്കൊണ്ട്, ഭീകരവാദ കേന്ദ്രങ്ങൾ. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ചില വൈകാരികമായ വിഷയങ്ങളുണ്ട് അതിനകത്ത്. രണ്ടും റഷ്യൻസ് ആണ്. റഷ്യൻസിന്റെ പാസ്പോർട്ട് ഉള്ളവരുമുണ്ട്, റഷ്യക്ക് ബന്ധുക്കളും. ഇത് അപ്പുറം ഇപ്പുറം ഒക്കെ ബന്ധുക്കളും സ്വന്തക്കാരും സ്വന്തം ബ്ലഡുമാണ്. ഇവിടെയാണ് ഇതിന്റെ ഈ യുദ്ധം ഇത്രയും നാൾ 4 വർഷത്തോളം നീണ്ടുപോകാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഇല്ലെങ്കിൽ റഷ്യക്കൊക്കെ ഇത് നിഷ്പ്രയാസം തീർക്കാനുള്ളതേ ഉള്ളായിരുന്നു. മാർക്ക് റൂബിയോ ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഈ നാറ്റോയുടെ ഒരു അടിയന്തര യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ആ പങ്കെടുക്കുന്ന യോഗത്തിൽ അതൊരു പ്രധാന അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ നാറ്റോ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മൾ തയ്യാറെടുത്തിരിക്കണം എന്നുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് ഉക്രൈൻ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഉക്രൈൻ ഇപ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി തന്നെ റഷ്യക്കെതിരെ തിരികെയാണ്. കാരണം ഇപ്പോൾ യുക്രൈൻ ഉപയോഗിക്കുന്നത്, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉക്രൈൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊന്നും ഉക്രൈൻ്റെ ആയുധങ്ങളല്ല, അത് മറ്റ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നൽകി അത് റഷ്യക്കെതിരെ ഉപയോഗിക്കുകയാണ്. റഷ്യ തുടക്കം മുതലേ പറയുന്നുണ്ട്, മറ്റു രാജ്യങ്ങളുടെ മിസൈലുകളോ ആയുധങ്ങളോ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചാൽ അത് ഞങ്ങൾ നാറ്റോ സഖ്യത്തിനെതിരെ തിരിക്കും, ഞങ്ങൾ അവരെ അടിക്കാൻ അതൊരു കാരണമാകും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ചില രാജ്യങ്ങളൊക്കെ മടിച്ച് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊരു ആയുധം ഒരു രാജ്യത്തിന് കൊടുക്കുമ്പോൾ ആ ആയുധം ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തിന്റെ പെർമിഷൻ കൂടെ വാങ്ങണമെന്നൊരു നിയമമുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് പുടിൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ തുടക്കം മുതലേ ആക്രമിക്കുന്നത് UK മിസൈലുകളാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. മോസ്കോയിലെ ഹോട്ടൽസ് ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കുറച്ചധികം തകർന്നിരുന്നു. ഇതിനിപ്പോൾ പുടിൻ അത് തന്നെ മാത്രമല്ല, ഒരാഴ്ചക്ക് മുമ്പ് അന്തർദേശീയപരമായി വന്ന ഒരു ലേഖനത്തിൽ പറയുന്നു പുടിൻ ആകെ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, അദ്ദേഹത്തിന് ഇനിയും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് എന്തും സംഭവിക്കാം, അത് നാറ്റോ രാജ്യങ്ങളിലേക്ക് നാശം വിതച്ചുകൊണ്ടായിരിക്കും എന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരണം ക്ഷമയുടെ ഒരു നെല്ലിപ്പലക തീരുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തുന്നു. ഇത് സ്വാഭാവികമായിട്ട് തന്നെ ഇവിടെ നമ്മൾ റഷ്യയുടെ അടി കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. വലിയ രീതിയിൽ അവിടെ ആക്രമണം അവർ നടത്തുന്നുണ്ട്. അവരുടെ ഏറ്റവും ഒറൻഷിക്കോ മിസൈലുകൾ വരെ ഉപയോഗിച്ച് കഴിഞ്ഞു റഷ്യ അവിടെ. അപ്പൊ ആ തരത്തിലേക്ക് പോകുന്നു. പക്ഷെ ഇനി എനിക്ക് തോന്നുന്നില്ല റഷ്യ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇത് അടിക്കും എന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടെ മാരകമായ രീതിയിലേക്ക് അവർ വ്യാപകമായ രീതി, കാരണം ഇവർ ഇതുവരെ അറ്റാക്ക് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈന്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സൈനിക പോസ്റ്റുകളെ തുറമുഖങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നീങ്ങുന്നത്. സിവിലിയൻസിന് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അവർ കീവിലേക്ക് വ്യാപകമായ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെടാനും അതൊരു വലിയ യുദ്ധമായി പരിണമിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇവർ കീവിലേക്ക് അതിശക്തമായ മാരകമായ രീതിയിലുള്ള ആയുധങ്ങളാണ് അവർ പ്രയോഗിക്കുന്നതെങ്കിൽ സിവിലിയൻസ് ഒരുപാട് പേര് കൊല്ലപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ നാറ്റോ രാജ്യങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകേണ്ടതായിട്ട് വരും. അവർ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇറാൻ അമേരിക്ക യുദ്ധം പെർമനന്റ് ആയിട്ട് നിന്നിട്ടില്ല. മറ്റൊന്ന്, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ ഒരു ആക്രമണത്തിന്റെ സാമ്പിൾ ടെസ്റ്റ് നടത്തിയിട്ടുമുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു വേൾഡ് വൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന്, ട്രംപ് ഇപ്പോൾ ഉത്തര കൊറിയ ലക്ഷ്യം വെക്കുന്നതായി ദക്ഷിണ കൊറിയ പറയുന്നുണ്ട്. കാരണം ഉത്തര കൊറിയയുടെ ഈ ആണവ ഇത് നിർത്താൻ വേണ്ടിയിട്ട് ട്രംപ് ചിലപ്പോൾ ഇടപെട്ടേക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് ഇത് യുദ്ധം ഇവിടെ ഒന്നും അവസാനിക്കുകയല്ല, കുറച്ചുകൂടി അത് വിപുലപ്പെടുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നോർവേയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പതിറ്റാണ്ട് സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പതിറ്റാണ്ടെന്ന് പറയുന്നത് 10 വർഷമാണ്. ഇത് 2026, 2036 വരെ സംഘർഷങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ ലോകമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സംഘർഷം യുദ്ധം മാത്രമല്ല, ഊർജ്ജ പ്രതിസന്ധികൾ ഉണ്ടാകാം, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകാം, ഇതെല്ലാം അതിന്റെ ഭാഗത്ത്. ടെൻഷൻ എന്നുള്ളതാണല്ലോ സംഘർഷത്തിന്റെ മറ്റൊരു വാക്ക്. അതായത് സമ്മർദ്ദങ്ങൾക്കും ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കും ഇടയിലൂടെ ആയിരിക്കും ഈ ലോകം സഞ്ചരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് നേരെ ആണവായുധങ്ങൾ പ്രയോഗിച്ചതായിട്ടുള്ള വാർത്തകളുണ്ടോ ബിചേട്ടാ? എനിക്ക് ചരിത്രപരമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. നിലവിലില്ല. നമ്മുടെ ചരിത്രത്തിൽ ആകെ ഉള്ളത് ഈ അമേരിക്ക ഈ ഹിരോഷിമയിലും നാഗസാക്കിലും കൊണ്ടിട്ടതാണല്ലോ ഏറ്റവും വലിയ ആണവായുധത്തിനെതിരെ തന്നെ വലിയ ചർച്ച നടക്കുന്നതും വലിയ സംഭവം ഉണ്ടാകുന്ന ആ ഒരു വിഷയത്തിന്റെ പുറത്താണ്. പക്ഷെ ആണവ റിയാക്ടറുകൾ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണവ ആയുധങ്ങൾ ഇതുവരെ ഒരു രാജ്യവും, കാരണം അതൊരു ഇന്റർനാഷണൽ ക്രൈം ആയതുകൊണ്ടും എല്ലാ രാജ്യങ്ങളും അതിനെതിരായതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇതില് ഇപ്പൊ ഇറാഖ് അമേരിക്ക യുദ്ധം തുടങ്ങി. ആ യുദ്ധം ഇപ്പോ ഒരു സമാധാന കരാറിലെത്തി. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ 2 ദിവസത്തിൽ പാകിസ്ഥാനെ അടിച്ച് ഷെഡി കയറ്റി. ഇപ്പോ തായ്ലൻഡും കൊളംബിയയും തമ്മിലൊരു യുദ്ധം പോലൊരു സാഹചര്യം ഉണ്ടായി, അത് നിന്നു. അപ്പോൾ ലോക രാജ്യങ്ങളിൽ ഇപ്പോ അസർബൈജാനും അർമേനിയയും തമ്മിൽ ഇടയ്ക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അത് നിന്നു. അങ്ങനെ ലോകം മുഴുവൻ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴും അപ്പോൾ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ ഇടപെട്ട് അത് നിർത്തുന്ന കാഴ്ച കാണാറുണ്ട്. പക്ഷേ ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 5 വർഷമാകാൻ പോകുന്നുണ്ടോ. ഈ 5 വർഷമായിട്ടും ഇവരിങ്ങനെ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എൻ്റെ. ഇതെന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ യുദ്ധം നിർത്താൻ ഇതിൽ ഇടപെടാത്തത്? എന്താണ് റഷ്യ യുദ്ധം നടത്തുമ്പോൾ ലോകരാജ്യങ്ങൾ അത് ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും ഇത് യൂറോപ്പിലേക്ക് വ്യാപിക്കും എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. ഇപ്പൊ യൂറോപ്പിലേക്ക് ഈ യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഈ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടത്തിയതിനേക്കാൾ വലിയ രീതിയിൽ ലോകത്തെ ഇമ്പാക്ട് ചെയ്യില്ലേ? ഈ അങ്ങനെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാലും അമേരിക്ക സേഫാണ്, അവർക്ക് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വരില്ല. ഈ പറയുന്ന UK, ജർമ്മനി, പോളണ്ട് അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളായിരിക്കും അതിന് തിക്തഫലം അനുഭവിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ യുദ്ധം തീരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടു കൂട്ടരും അവരുടെ ഡിമാൻഡിൽ നിന്ന് പിന്നോക്കം പോകുന്നില്ല. ഈ സത്യത്തിൽ ട്രംപ് ഒരു കോമഡി ആപ്പീസ് ആണെങ്കിലും ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇദ്ദേഹം 1-2 നല്ല ഫോർമുലകൾ കൊണ്ടുവന്നു. അതായത് ഒന്ന്, റഷ്യ പിടിച്ചെടുത്ത ചില പ്രദേശങ്ങളുണ്ട്, കാരണം അവരുടെ സേഫ്റ്റിക്ക് അത് അനിവാര്യമാണ്. കാരണം ഈ ഉക്രൈൻ നാറ്റോ സഖ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു സേഫ്റ്റി വേണമല്ലോ. നാറ്റോ സഖ്യത്തിലേക്ക് പോകുന്നതിന് എതിരായിട്ടാണല്ലോ യുദ്ധം തന്നെ തുടങ്ങിയത്. അപ്പൊ അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ പിടിച്ചെടുത്ത ചില അതിർത്തി പ്രദേശങ്ങളുണ്ട്. അതിനകത്ത് ചില മറ്റു വശങ്ങളോടും ഉണ്ട്. 2006
റഷ്യ അവർക്ക് പാസ്പോർട്ട് നൽകിയ റഷ്യൻ പൗരന്മാരായിട്ട് അംഗീകരിക്കും. റഷ്യയോട് സ്നേഹമുള്ള ഒരു ജനവിഭാഗം താമസിക്കുന്ന ഏരിയകളാണ് ഇതിൽ കൂടുതലും. അപ്പം ആ ഒരു മേഖല, അതുപോലെ തന്നെ മറ്റ് മേഖലകൾ ഒക്കെ ഇപ്പൊ എന്ത് പറ്റും, റഷ്യ ചെയ്തിരിക്കുന്ന പണി റഷ്യ കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയാണ്. കൂടുതൽ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ബാർഗൈനിങ് വരുമ്പോൾ കുറച്ച് ഭാഗം വിട്ടുകൊടുക്കുക, ബാക്കി ഭാഗം സേഫ് ആക്കി വെക്കുക. ഇതാണ് ഇതിനകത്ത് ഒരു സംഭവം ഇതില്. പക്ഷേ സെലൻസ്കി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കാനാണെങ്കിൽ ഇത്രയും യുദ്ധം നീണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇത് വിട്ടുകൊടുക്കാനാണെങ്കിൽ, ഞങ്ങളുടെ 1 ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ ഈ അടിച്ചതിന് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ എത്ര പേര് കൊല്ലപ്പെട്ടു? ഇതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കിപ്പോ രണ്ടു കൂട്ടർക്കും കൂടി ഇരുന്ന് ടേബിളിൽ ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെങ്കിലൊക്കെ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം. ഈ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യാത്തടത്തോളം കാലം, അങ്ങനെയാണ് മറ്റേ ട്രംപ് സെലൻസ്കിയെ പൊട്ടനെന്നും പ്രാന്തനെന്നും പട്ടനെന്നും ഒക്കെ വിളിച്ചത്. അവസാനം പറഞ്ഞ് ഞാനിതിൽ ഇടപെടാനില്ലെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തുന്നതും അങ്ങനെയാണ്. കാരണം ഈ ഉക്രൈന് ബലം നൽകിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയും UK അടക്കമുള്ള, ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളാണ്. അവരാണ് ഈ പിരികേറ്റിക്കൊണ്ടിരിക്കുന്നത്. വെപ്പൺസ് കൊടുക്കുന്നു, ബാക്കിയുള്ള കാര്യം ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്നു. അവർക്ക് നന്നായി അറിയാം ഇത് കുറച്ചുകൂടെ വിപുലമായി കഴിഞ്ഞാൽ നാറ്റോ സഖ്യം ആകുമെന്നും അമേരിക്ക ഇതിൽ ഇടപെടുമെന്നും അവർക്ക് നന്നായി അറിയാം. അങ്ങനത്തെ ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സെലൻസ്കിയെ സംബന്ധിച്ച് അയാളുടെ അധികാരം തീർന്നു, സെലൻസ്കിയുടെ പവർ തീർന്നിരിക്കുന്നു, അയാളുടെ പ്രധാനമന്ത്രി പദം തീർന്നിരിക്കുന്നു. നമ്മുടെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യം പറഞ്ഞ ഇതിൽ നിന്ന് ഇറങ്ങിയേ തീർന്നു. ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇന്നലെ ഒരു സർവേ വന്നു ഇസ്രായേലിന്റെ. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന് നിന്ന് ജയിക്കത്തില്ലെന്നാണ് ആ സർവേയിൽ വരുന്നത്. അപ്പം ഇവിടെ തീർന്നു. അതുകൊണ്ട് അയാൾ വിചാരണ നേരിടേണ്ടി വരും ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ടാണ് ഈ യുദ്ധം നടത്തുന്നതാണ് പറയുന്നത്. ഇവിടെ സെലൻസ്കിയുടെ വിഷയം ചെയ്ത് തീർന്ന് സെലൻസ്കി ചിലപ്പോൾ യുദ്ധ തടവുകാരനായി ചിലപ്പോൾ മാറിയെന്നിരിക്കാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ പുള്ളി പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. ഞങ്ങൾ ഇത്ര നാൾ യുദ്ധം നടത്തി ഞങ്ങളുടെ സ്ഥലം വിട്ടു കൊടുക്കാനല്ലല്ലോ. മറ്റവർ പറയുന്ന കാര്യമുണ്ട്, ഇവന്മാർ നാളെ ഇനി നാറ്റോയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സേഫ്റ്റി വേണ്ടേ. ഇത് രണ്ടു കൂട്ടർക്കുമുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സമവായമില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിലവിൽ സാമ്പത്തികമായി വലിയ തകർച്ചയെ നേരിട്ടേക്കും. ഇതിന്റെ ഇടയിൽ ഇനി ട്രംപ് കൂടി ഒരു ഉപരോധമോ മറ്റോ പ്രഖ്യാപിക്കാമെങ്കിൽ പുട്ടിന്റെ സമനില തെറ്റിപ്പോവും, പഴയതുപോലെ ആകില്ല. വാരി വലിച്ചിങ്ങേര് പലയിടത്തിട്ട് പോവുകയും ചെയ്യും. കാരണം നിക്കക്കള്ളി ഇല്ലാതെ വന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ട്രംപ് ഈ മടിച്ചു നിൽക്കുന്നത്. ഈ ഉപരോധം എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുകയും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഞാൻ ഈ വിഷയത്തിൽ ഇനി ഇടപെടാനില്ല, കാരണം ഇതിനകത്ത് ആരും പറഞ്ഞാൽ കേൾക്കാത്തവരായതുകൊണ്ട് ഞാൻ ഇനി എന്ത് ഇടപെടാനാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ട്രംപ് ഇനി പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് ചാടി പുറപ്പെടാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല. കാരണം ഇറാൻ അമേരിക്ക യുദ്ധം അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചെറുതല്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇന്നലെ വന്നൊരു സർവേ പ്രകാരം അദ്ദേഹത്തിന്റെ 65% അമേരിക്കക്കാരും ട്രംപിനെതിരാണ്. ഇദ്ദേഹം ഈ യുദ്ധം ചെയ്തതും ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി വന്നതും ഇതെല്ലാം പുള്ളിക്കെതിരെ. നവംബറിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. അപ്പൊ ഇനി ഈ ധൃതി പിടിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ ചാടാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ സാഹചര്യമാണ്, വലിച്ചഴക്കപ്പെട്ടു കഴിഞ്ഞാൽ എത്താതിരിക്കാനും കഴിയില്ല. ഏതായാലും ഇനിയിപ്പോ യുദ്ധത്തിന്റെ ഗതി മാറുകയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും.